നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണെന്ന് ഏവർക്കും അറിയാം. ചന്ദ്രഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത്. രാത്രി 9 മണി കഴിഞ്ഞ് 58 മിനിറ്റോടുകൂടി ആരംഭിക്കുന്ന ചന്ദ്രഗ്രഹണം 1 മണി 22 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇന്ന് 7-ാം തീയതിയാണ്. തുടർന്നുള്ള 8-ാം തീയതി വരെ ഇതുണ്ടാകും, നിലനിൽക്കും. അതായത് വെളുപ്പിന് 1:22 വരെ നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ കുറച്ച് നക്ഷത്രക്കാരായ ആളുകൾക്ക് അത് അല്പം ദോഷകരമായ വശങ്ങളെ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. ദോഷമെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടയോ പേടിക്കേണ്ടതിൻ്റെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അല്പം ശ്രദ്ധ ഏത് കാര്യത്തിനും പുലർത്തേണം എന്നത് മാത്രമാണ് ഇവിടെ എടുത്തു പറയുവാനായിട്ടുള്ളത്. കുറച്ച് നക്ഷത്രക്കാർക്ക് ഇത് അല്പം ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു മാറ്റത്തിലേക്ക്, അതായത് അല്പം പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ട പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരം ചെയ്താൽ ഈ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ചില പരിഹാരങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. അതിന് പ്രാർത്ഥന വേണം. ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയുന്ന മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്തിച്ചേരും. ഈ ദോഷങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ചന്ദ്രഗ്രഹണം നിമിത്തം അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. ഇവിടെ ഗ്രഹണത്തിൻ്റെ സ്വാധീനം ചില ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രഹണ സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് അല്പം എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രഭഗവാനെ ആരാധിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ ചന്ദ്രൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതയും തുടർന്നുള്ള സമയങ്ങളിൽ ഉണ്ടാകും. അതായത് സാമ്പത്തികമായൊരു ഞെരുക്കം, അല്പം ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും അല്പം ഡള്ളായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത, എങ്കിലും അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ മാറും. അതുകൊണ്ട് അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. അല്പം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണം എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രാർത്ഥന കൊണ്ട് മാറാത്തതായിട്ടുള്ള ഒരു ദുരിതവും ദുഃഖവും ഒരു മനുഷ്യനും ഇല്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രതിസന്ധികൾ അനുഭവിക്കുന്നെങ്കിൽ അതും അല്പം ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അതിൽ നിന്നൊരു മോചനമൊക്കെ ഉടൻ തന്നെ ഉണ്ടാകും. സന്തോഷവും സമാധാനവും ഉണ്ടാകുമെങ്കിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള, കാരണം ചന്ദ്രഗ്രഹണമാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഫലമായി അല്പം ബുദ്ധിമുട്ടുകൾ ചില നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുമെങ്കിലും അത് നിലനിന്ന് പോകുമെന്നത് ഓർത്തു ആരും ഭയപ്പെടേണ്ട. ഇത് തന്നെയാണോ വന്നു പോകുന്നത്, ഇനി തുടർന്നും ജീവിതത്തിൽ ഇത് തന്നെ ദോഷമായി മാറുമോ എന്നതല്ല. ഇവിടെ പരിഹാരമുണ്ട്. പരിഹാരം കൂടി പറയാം. നിങ്ങൾ ഭഗവാൻ ചന്ദ്രനെ ആരാധിക്കുക. കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് സമർപ്പിക്കുന്നതും, കൂടാതെ അന്നദാനം, അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുമാണ് ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഉപാധി. അപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കഞ്ഞിസദ്യകൾ നടത്താറുണ്ട്, അന്നദാനങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഒരു വലിയ തുക മുടക്കി നടത്താൻ സാധ്യമല്ല എങ്കിൽ ആളുകൾ നടത്തുന്നതിനോടൊപ്പം നമ്മൾക്ക് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ കൂടി നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒന്നും അല്ലെങ്കിൽ കുറച്ച് അരി സമർപ്പിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അന്നദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ വെച്ച് ആർക്കെങ്കിലുമൊക്കെ പാവം ആയ ആളുകൾക്ക്, അല്ലെങ്കിൽ നിർധരായ ആളുകൾക്ക് നിങ്ങളാൽ എന്തൊക്കെ സഹായം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും ചെയ്യുന്നത് ഈ സമയത്തുള്ള ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിന് സഹായിക്കും. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും അല്പം ശ്രദ്ധ വേണം. ഇത് ആരെയും ഭയചകിതരാക്കുന്ന കാര്യമൊന്നുമല്ല. അല്പം ശ്രദ്ധിക്കണം. ദിനവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്പം മന്ദതകൾ വരാം. അതായത് എന്നും നമ്മൾ വളരെയേറെ വേഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ മുതലുള്ള സമയങ്ങളിൽ അല്പം സ്ലോ ആയി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല. അപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, വേഗതയിൽ ചെയ്ത് നിങ്ങൾ തീർക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു സ്ലോ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമാണ് ഇവിടെ അല്പം ശ്രദ്ധിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കമൊക്കെ അനുഭവപ്പെടാം. ചിലപ്പോൾ ചിലവുകൾ ധാരാളമായി വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കടബാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അടച്ചു തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിലും അതിനും അല്പം ഡിലേ ഒക്കെ വന്നു ചേരാനുള്ള ഒരു
കാരണവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും ഇതിനിടയിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും ഇവിടെ നിലവിൽ ചന്ദ്രഗ്രഹണം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. ദോഷഫലങ്ങൾ ഒരുപാടുണ്ടെന്നല്ല, ഗുണദോഷ സമ്മിശ്രമായ സമയം തന്നെയാണ്. നിങ്ങൾക്കും പരിഹാരമായി പറഞ്ഞു തരാനുള്ളത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. നിർധനരായ ആളുകൾക്ക് വസ്ത്രം കൊടുക്കാവുന്നതാണ്, അന്നദാനത്തിനുള്ള കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്, അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. എന്തൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രാർത്ഥന മാത്രമാണ് ഏത് പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മോചനം. അതായത് ഏത് ദുരിത സമയമാണെങ്കിലും, ഏതൊക്കെ ഗ്രഹസ്ഥിതികൾ മാറി മറയുന്ന സമയമാണെങ്കിലും അതിനെയൊക്കെ നമ്മൾക്ക് പ്രാർത്ഥന കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു കാഠിന്യത്തെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഇഷ്ടദേവനാരോ ഇഷ്ടദേവിയാരോ മുറുകെ പിടിച്ചുകൊള്ളൂ, പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ഏത് ദുഃഖത്തിൽ നിന്നും ഏത് ദുരിതത്തിൽ നിന്നും മോചനം നൽകുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകൂ. പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ദാനധർമ്മങ്ങളാണ്. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും അല്പം ദോഷകരമായ സമയമാണ്. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവാനുഗ്രഹമുള്ളതിനാൽ തന്നെ എല്ലാം തട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും. എന്ത് ദോഷമുണ്ടെങ്കിലും ദൈവത്തെ നല്ല മുറുകെ പിടിച്ചുകൊള്ളൂ. സമാധാനമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം കൊണ്ടുപോകൂ. മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാത്രം സ്ഥാനം കൊടുക്കുക. അതേപോലെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അല്പം ഡിലേ ആകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ടെൻഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഈ അവസ്ഥയും മാറും. അപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ ഏത് കാര്യത്തിലും അല്പം ഒരു ഡിലേ വരും എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളും ക്ഷേത്രദർശനം നടത്തുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതുമാണ് ഫലമായി പറയാനുള്ളത്. കൂടാതെ ചന്ദ്രനെ പൂജിക്കുന്നതും ചന്ദ്രൻ്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ ദോഷത്തിൻ്റെ ആ ഒരു കാഠിന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഫലം വന്നു ചേരുന്നതിന് സഹായകമാകും. അല്ലാതെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ അത് ഭയത്തിലേക്കാണ് എത്തുന്നത്. അയ്യോ എന്താവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കുറച്ചുകൂടെ ഒന്ന് കൂടണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയാനുള്ള. ഏത് ദോഷമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് മാനസിക സമ്മർദ്ദങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനമായിട്ട് പ്രാർത്ഥന വളരെയേറെ ഫലം ചെയ്യും. ഇഷ്ടദേവനാരോ ഇഷ്ടദേവതയാരോ ക്ഷേത്രദർശനം നടത്തുക, അവിടെ ദാനധർമ്മങ്ങൾ ചെയ്യുക, അന്നദാനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഇപ്പോഴും നല്ല ഏത് ദോഷമുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ അന്നദാനം ചെയ്താൽ മതി. അന്നദാനം മഹാദാനം എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ധനമുള്ള സമയത്താണെങ്കിലും ക്ഷേത്രത്തിലും അതേപോലെ നിർദ്ധരായ ആളുകൾക്ക്, കുട്ടികൾക്ക് പഠനച്ചിലവിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും വളരെയധികം നിങ്ങളുടെ കുടുംബത്തിന് യശസ്സും കീർത്തിയും ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ്. ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ ചന്ദ്രഗ്രഹണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അല്പം ബുദ്ധിമുട്ടേറിയ സമയമായതിനാൽ തന്നെ ചെയ്യേണ്ടുന്ന പരിഹാരം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നതും കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുകയുന്നതുമാണ്. ഇനി ചതയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരണത്തിന് അല്പം താമസമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ജോലിയിൽ അല്പം ഒരു പിന്നോട്ടാവുന്ന അവസ്ഥ, നിങ്ങൾക്കൊരു കൃത്യസമയത്ത് പല കാര്യങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിക്കാതെ വരും. നിങ്ങളും ക്ഷേത്രദർശനം നടത്തുന്നതും കൂടാതെ ക്ഷേത്രത്തിൽ ഒരു വെള്ളി വിളക്ക് സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും ഉത്തമമായ ഒരു കാര്യമാണ്. എന്നാൽ അത് സാധ്യമാകുന്നില്ലാത്ത പക്ഷമാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നദാനത്തിനുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ ധനമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അന്നദാനത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഏതായാലും ഈ ചെയ്യുന്ന കാര്യം, അതായത് അന്നദാനം അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഈ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതിലൂടെ തന്നെ എന്ത് ദോഷമുണ്ടെങ്കിലും അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോവുകയും ഇരട്ടി ഫലം, ഈ ദോഷം മാറി ഇരട്ടി ഫലം ഗുണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.